90. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നോക്കൂ. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തെത്തുമ്പോൾ BJP 35 ഇടത്ത് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്ന UP-യിൽ. 60 സീറ്റുകളിൽ BJP മാത്രവും 62 സീറ്റുകളിൽ സഖ്യകക്ഷിയോടുകൂടി NDA മുന്നിട്ടിരുന്ന UP. അതായത് UP ആണ് 80 സീറ്റുകളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. ആ UP-യിൽ ഇതാ 35 സീറ്റുകളിൽ മാത്രം BJP ഒതുങ്ങുന്നു. 34 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും സഖ്യകക്ഷിയായ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 8 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നതാണ്. 34+8, അതായത് 34+8 42, അതായത് പകുതിയിൽ കൂടുതൽ. 80 സീറ്റുകളിൽ പകുതിയിൽ കൂടുതൽ ഇതാ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും, അതായത് ഇന്ത്യ മുന്നണിയും UP-യിൽ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പരിച്ഛേദമാണ്. ചോറ് വെന്തു എന്നറിയാൻ ഒരു വറ്റ് മാത്രം നോക്കിയാൽ മതി. അതൊരു സൂചകമാണ്, അതൊരു പരിച്ഛേദമാണ്. UP എപ്പോഴും അത്തരത്തിൽ ഈ രാഷ്ട്രീയ ഇന്ത്യക്ക് പരിച്ഛേദമാണ്. 80 സീറ്റുകളിൽ 42 നേടി ഇന്ത്യ മുന്നണി. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ഇതാ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ഈ ഘട്ടത്തിൽ പറയേണ്ടത്. UP-യിൽ 80-ൽ 42 ഇന്ത്യ മുന്നണിക്ക്, BJP 35-ലേക്ക് ഇതാ ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 34 സമാജ്വാദി പാർട്ടി, 8 കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. UP ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് രാജസ്ഥാനിലേക്ക് പോകാം. രാജസ്ഥാനിലേക്ക് പോയാൽ അവിടുത്തെ കണക്കുകൾ എങ്ങനെയാണ് മറിയുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് നേടുമോ അതോ BJP നേടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെ പറയുന്നത്. അതാണ് ഇതാണ്ട് രാജസ്ഥാൻ 13 മാത്രമാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. 9 കോൺഗ്രസ്, 1 CPIM മുന്നിട്ട് നിൽക്കുന്നു. ദേശീയ പാർട്ടി പദവി പോകില്ല അക്കണക്കിന് വികസിച്ചാൽ. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണേണ്ടത് രാജസ്ഥാനാണ്. ഈ ഘട്ടത്തിൽ 13-9-1, അതായത് 13-10 എന്ന രീതിയിലേക്കാണ് രാജസ്ഥാനിലെ കണക്ക് പോകുന്നത്. ഇന്ത്യ മുന്നണിക്ക് 10, 13 മാത്രമാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. ഇനി UP, ഇനി മഹാരാഷ്ട്ര എടുക്കാം. മഹാരാഷ്ട്രയാണ് 48 സീറ്റുകളുമായി ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലം. അവിടെ ആരൊക്കെയാണ് വിജയിക്കുക എന്നാണ്. ഷിൻഡെ പക്ഷമാണോ അതോ NCP പക്ഷമാണോ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ BJP 12 മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ 9, NCP ശരത് പവാർ വിഭാഗം 8, ഷിൻഡെ വിഭാഗം 7, അങ്ങനെ BJP ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ് 10 മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 10 + 9 + 8, അപ്പോൾ 8 + 9 + 19, 19 1 20, ഏതാണ്ട് 27 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയാണ്, അല്ലേ? BJP 18 മാത്രമാണ് 19 മാത്രമാണ് BJP മുന്നിട്ട് നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലെ കണക്കാണിത്. കാരണം 48 സീറ്റുകളുള്ള മഹാരാഷ്ട്ര. ഇനി നമുക്ക് ബീഹാറിലേക്ക് പോകാം. ബീഹാറാണ് 40 സീറ്റുകളുമായി പിന്നീടുള്ളത്. ബീഹാറിലേക്ക് പോയാൽ 14 സീറ്റ് JDU, BJP 10, മാറ്റിക്കോ. പിന്നീട് LJPRV 5, RJD 4 മാത്രമാണ്, CPI 1, RJD രാഷ്ട്രീയ ജനതാദൾ, അതായത് ലാലു പ്രസാദ് യാദവിൻ്റെ, തേജസ്വി യാദവിൻ്റെ RJD 4 മാത്രമാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. CPI 1 അങ്ങനെ നോക്കിയാലും 5 മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ നിന്നുള്ളത്. 40-ൽ 5 മാത്രം, അല്ലേ? BJPക്ക് 10, JDU 14 NDA സഖ്യം അവിടെ ബീഹാറിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി ബീഹാർ കഴിഞ്ഞ് ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരാം. 39 സീറ്റുകളുമായി പിന്നീട് മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ DMK അടിച്ചു വാരുകയാണ്. 19 DMK, 9 കോൺഗ്രസ്, CPI CPM ഇടത് സഖ്യങ്ങൾ 4 മുന്നിട്ട് നിൽക്കുന്നു. അതായത് അവിടെ BJPക്ക് എത്തി നോക്കാനാകില്ല. തീർച്ചയായും അണ്ണാമലൈ, BJPയുടെ അവിടുത്തെ അധ്യക്ഷൻ അണ്ണാമലൈ വലിയ അർത്ഥത്തിൽ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചതാണ്, പ്രവചനങ്ങളിലും കണ്ടതാണ്. ആന്റണി, തീർച്ചയായിട്ടും എക്സിറ്റ് പോളിൽ അണ്ണാമലൈ ജയിക്കുമെന്നുള്ള പ്രവചനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ BJPക്ക് തമിഴ്നാട് ഇനിയും കിട്ടാക്കനിയായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. DMK തന്നെ കഴിഞ്ഞ തവണത്തെ ആ ഒരു മുന്നേറ്റം DMK ഇത്തവണയും ഇതുവരെ ഫലം വന്ന സീറ്റുകളിൽ 19 DMK മുന്നിൽ നിൽക്കുന്നു. കോൺഗ്രസ് 9 മുന്നിൽ നിൽക്കുന്നു. CPIയും CPIM 2 വീതം സീറ്റുകളിൽ അവരെല്ലാം സഖ്യമായി തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും തമിഴ്നാട്ടിൽ
BJPക്കോ NDAക്കോ ഇടമില്ല എന്നുള്ളത് തന്നെ അവർ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. അവിടെ ഇന്ത്യ മുന്നണി, DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അണ്ണാമലൈ അവിടെ വലിയൊരു ട്രെൻഡായി നിന്നിരുന്നു, വലിയ സ്വാധീനമുള്ളൊരു നേതാവായൊക്കെ വളരുന്ന ഒരു സോഷ്യൽ മീഡിയയിലടക്കമൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊന്നും വോട്ടായി മാറ്റാൻ അണ്ണാമലയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അവിടെ BJPക്ക് ഒരു തരത്തിൽ ലീഡ് ചെയ്യാനായി സാധിച്ചിട്ടില്ല. തമിഴ്നാട് ഇപ്പോഴും തെക്കേ ഇന്ത്യയിലെ ബാലികേര മലയായി തമിഴ്നാട് ഇപ്പോഴും നിൽക്കുന്നു. അതേസമയം കേരളത്തിൽ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ സമകാലിക ചിത്രമാണ്. ഇനി നമുക്ക് ആന്ധ്രാപ്രദേശിലേക്കും തെലങ്കാനയിലേക്കും കൂടി പോകേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശിലാകട്ടെ TDP 15 YSR കോൺഗ്രസ് 5 BJP 3 എന്നിങ്ങനെയാണ് ആന്ധ്രയിലെ സ്ഥിതി. ഇനി തെലങ്കാനയിലേക്ക് പോയാൽ തെലങ്കാനയിലും ആ അർത്ഥത്തിൽ 17 സീറ്റുകളാണ് തെലങ്കാനയിലുള്ളത്. ആരാണ് തെലങ്കാനയിൽ നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. കാരണം BJP ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ നേടിയ കുറവ് ദക്ഷിണേന്ത്യയിൽ നേടുമെന്നുള്ളതാണ്. 8 BJP, 8 കോൺഗ്രസും, ഒരിടത്ത് AIMIM മുന്നിട്ട് നിൽക്കുന്നത്. ഹൈദരാബാദാണ്, ഒവൈസിയാണ് AIMIM അല്ലേ, ഒവൈസി. അപ്പോൾ അങ്ങനെയാണ് നോക്കുമ്പോൾ 8 കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നത്. BJP 8 മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് തെലങ്കാനയെ സംബന്ധിച്ചുള്ള ചിത്രം. 17 8 കോൺഗ്രസ് സമാസമം. അപ്പോൾ ആ അർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ, ഉത്തരേന്ത്യയിലെ കുറവുകൾ ദക്ഷിണേന്ത്യയിൽ മേക്കപ്പ് ചെയ്യാനാകും എന്ന അവകാശവാദം അങ്ങനെ പൊളിയുകയാണ് BJPയുടേത്. എന്തായിരുന്നാലും ആന്ധ്രയിൽ YSR കോൺഗ്രസ് തകർന്നടിഞ്ഞ കാഴ്ച നാം കണ്ടു. TDP BJP സഖ്യമാണ് ആന്ധ്രയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, മുന്നിട്ട് കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം. കേരളത്തിൽ ഇപ്പോഴും